ശിവയെ മതികലയ്ക്കൊപ്പം കണ്ട കാര്യം പിച്ചളയോട് മനസ്സജൻ പറയുന്നു. ഇനി സൂക്ഷിച്ചു കളിക്കണമെന്ന് പിച്ചള ഉപദേശിക്കുന്നു. സർപ്പബലിയിൽ പങ്കെടുക്കാൻ വരില്ല എന്ന് മനസ്സജൻ. സർപ്പബലി മുടക്കുന്ന മതികലയെ പാമ്പ് കൊത്തുന്നു. മയിൽ മതികലയെ ആശുപത്രിയിലെത്തിക്കുന്നു. ബാലനും സീതയും വീണ്ടും അടുക്കുന്നുണ്ടോ എന്ന് ഇന്ദുവിന് സംശയം. ഡ്രൈവിംഗ് അറിയാവുന്ന മയിൽ സ്വന്തമായി കാർ വാങ്ങിയാലോ എന്ന കാര്യം ആലോചിക്കുന്നു. കുട്ടിമണിയുമായി ആശുപത്രിയിലെത്തുന്ന മനസ്സജൻ ശിവയെ കാണുന്നു. ശിവയുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കുന്ന മനസ്സജൻ ശാരദയെ കൊന്നത് ഞാൻ നിന്നോട് പറഞ്ഞു. ശിവയുടെ ചതി മനസ്സിലാക്കിയ മനസ്സജൻ കുട്ടിമണിയെ പിച്ചളയെ ഏൽപ്പിച്ചിട്ട് പോകുന്നു. ഒറ്റപ്പെട്ട കുന്നിന്റെ മുകളിലെത്തുന്ന ശിവ ശാരദയെ കൊന്നത് താനാണെന്ന കാര്യം പറയുന്നു. ശിവ മനസ്സജനെ കുത്തി വീഴ്ത്തുന്നു. മതികല മനസ്സജന് അന്ത്യയാത്രാ മൊഴി പറയുന്നു. മനസ്സജനെ കാണാതെ കുട്ടിമണി വിഷമിക്കുന്നു. പാലത്തിന്റെ മുകളിൽ നിന്ന് ശിവ മനസ്സജനെ താഴേക്കെറിയുന്നു. മനസ്സജന്റെ മരണം മതികലയും ജലജയും ആഘോഷിക്കുന്നു. അവൾ ആർത്തലച്ച് വിളിക്കുന്നതും എനിക്ക് കാണണം. നമ്മൾ സ്വപ്നത്തിൽ കാണുന്നതൊക്കെ ജീവിതത്തിൽ സംഭവിക്കോ? മനസ്സജൻ പുഴയിൽ വീഴുന്നതായി സ്വപ്നം കണ്ട കാര്യം കുട്ടിമണി മയിലിനോട് പറയുന്നു. ഒന്നുമില്ല, കുട്ടിമണി ധൈര്യമായിട്ടിരിക്കെ. ഇതെന്താ വണ്ടി ഡെറ്റോൾ ഒഴിച്ചാണ് കഴുകുന്നത്? ശിവ വന്ന വണ്ടിയിൽ ഡെറ്റോളിന്റെ മണം മയിലിൽ സംശയമുണ്ടാകും. ഓ അതെ, ഇന്നലെ ഒരു ഡെറ്റോള് വണ്ടിക്കകത്ത് വീണ് പൊട്ടിയിരുന്നു. അതാ പോലീസിൽ പരാതി കൊടുക്കാൻ പിച്ചളയും മയിലും സ്റ്റേഷനിലെത്തുന്നു. തുടർന്ന് കാണുക. ഇപ്പൊ കള്ളനും പരാതി തരാൻ തുടങ്ങി. മേടിക്കാനും. നീ വല്ലതും പറഞ്ഞോ? ഇല്ല. നീ എന്തോ പറഞ്ഞല്ലോടാ. പറടാ. നിന്റെ നാക്കിന് ഇത്തിരി നീളം കൊള്ളാണെന്ന് എനിക്കറിയാം. ഞാനത് പറിച്ചെടുത്തിട്ടേ ചുരുട്ടി നിന്റെ പോക്കറ്റ് വെച്ച് തരും. പ്ലീസ്. പരാതി കൊച്ചു പറ. സർ, കുട്ടിമണിയുടെ ഭർത്താവിനെ കാണാനില്ല. ഏത്? അമ്മയെ കൊന്ന പെണ്ണിന്റെയോ? ആ പൊട്ടി പെണ്ണിന്റെ? എന്താ അവന്റെ പേര്? മനസ്സജൻ. എപ്പോ മുതലാ കാണാതായത്? ഇന്നലെ വീട്ടിൽ നിന്ന് പോയതാ, തിരിച്ചു വന്നില്ല. വിളിച്ചിട്ടും കിട്ടുന്നില്ല. കുട്ടിമണി ഭയങ്കര സങ്കടത്തിലാ. ഞാൻ ഒരു കാര്യം ചെയ്യാം. കുട്ടിമണിയുടെ സങ്കടം മാറ്റാൻ വേണ്ടിട്ട് 2 ഓലപ്പിപ്പിയും 4 ചിത്രകഥാ പുസ്തകവും ഒരു കളർ ബുക്കുമായിട്ട് അങ്ങോട്ട് വരാം. സർ, മനസ്സജനെ കണ്ടുപിടിച്ച് തന്നാ മതി. പിന്നെ നീ പരാതി തന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ നേരെ പോയി ജീപ്പ് എടുത്തോണ്ട് പോയി പരാതി അന്വേഷിക്കാൻ പോയല്ലേ? അല്ല, നീ ആയിരുന്നല്ലോ അവിടത്തെ കൂട്ടുകാരനും. നീ അറിയാതെ അവൻ എവിടെയും പോകത്തില്ലല്ലോ. എന്നോട് പറഞ്ഞിട്ടാ പോയ സാറേ. അത് ശരി. നീ പറഞ്ഞത് ഒരു കഥ, ഞാൻ വേറൊരു കഥ പറഞ്ഞുതരാം. നീയും അവനും കൂടി ഇന്നലെ വഴക്കുണ്ടാക്കി. വിഷയം പൊട്ടിമണി തന്നെ. അതങ്ങനെ ഇരിക്കട്ടെ. കഥയാകുമ്പോൾ ഇത്തിരി സോൾട്ടും പിപ്പറൊക്കെ രസമല്ലേ? എന്നിട്ട് നീ ഒരു മൺപട്ടിയുടെ കൈ കൊണ്ട് അവനെ അടിച്ചു. മൺപട്ടിയുടെ കൈ അത് ഞാൻ സംഘടിപ്പിച്ചോളാം. എന്നിട്ട് നീ അവനെ കുഴിച്ചിട്ടു. അതല്ലേടാ സത്യം? സാറേ, സത്യം പറടാ. അതല്ലേടാ സത്യം? ചെണ്ടുമല്ലി പറഞ്ഞതുകൊണ്ട് തൽക്കാലം തന്നെ ഞാൻ വിടും. ഒരു പരാതി എഴുതി കൊടുത്തിട്ട് പോ, ഞാൻ അന്വേഷിക്കാം. പിന്നെ അക്ഷരമൊക്കെ അറിയാലോ അല്ലേ? ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, അപ്പുറം മലയാളം 4 ലാംഗ്വേജ് തരും. ഇടുക്കി. തൽക്കാലം മലയാളത്തില് ഒരെണ്ണം എഴുതി കൊടുക്കും. ഞാൻ വായിച്ചു പഠിച്ചിട്ട് വേണ്ടത് ചെയ്യാം. കമാലേ സർ. എടി പൊന്നു ഭാര്യയെ, എടി ഞാൻ സ്റ്റേഷനിൽ തന്നെ ഉണ്ട്. വേണമെങ്കിൽ തെളിവിനായിട്ട് ഒരു കള്ളനെ അടിച്ചിട്ട് അതിന്റെ സൈറൻ കേൾപ്പിച്ചുതരാം. സാറേ, ഞാൻ പരാതിക്കാരനാ സാറേ. നീയല്ല, ഇവിടെ സ്റ്റോക്ക് വേറെ ഉണ്ട്. എടി സത്യമായിട്ട് ഞാൻ സ്റ്റേഷനിൽ തന്നെ. ഓ രോഗി മനുഷ്യനെ. അതേ, 1/2 പേജ് മതി. ഉപന്യാസമൊന്നും വേണ്ട. വായിച്ച് പഠിക്കാനുള്ള സമയമൊന്നുമില്ല. ആ CI പറഞ്ഞതൊക്കെ കേട്ടപ്പോ സത്യത്തിൽ പേടി തോന്നു. എതുക്ക് ഭയം? മനസ്സജൻ അണ്ണാ തിരുമ്പി വരും. അത് എനക്ക് നിശ്ചയം. അതല്ല മൈലമ്മ, CI പറഞ്ഞത് കേട്ടില്ലായിരുന്നോ? ആരെങ്കിലും കൊന്നതാണോ, കുഴിച്ചിട്ടതാണോ, എങ്ങോട്ടെങ്കിലും തട്ടി കൊണ്ടുപോയതാണോ ഒന്നും നമുക്ക് അറിയത്തില്ലല്ലോ. അതൊക്കെ ശരി. നാമ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കാം. പോസിറ്റീവായി മാത്രം ചിന്തിച്ചിരുന്ന പോയ ആള് തിരിച്ചു വരുമോ? ഇല്ലല്ലോ. ഞാനും നിങ്ങളുടെ കൂടെ റോഡിൽ കടന്ന് വഴക്കിട്ട പോയ ആള് തിരിച്ചു വരുമോ? ഇല്ലല്ലോ. ഒരു കാര്യം പറയാൻ മറന്നുപോയി പോലീസിനോട്. എന്നതാ? അല്ല, അത് அந்த சிவாவோட കാര്യം. ശിവയുടെ കാര്യം? അതെന്നതാ? ശിവ അത്തനെ കറക്റ്റ് ആളില്ലെന്ന് എന്നോട് മനസ്സ് പറയുന്നു. ഇതെനിക്ക് പണ്ടേ തോന്നിയതാ. ഞാനത് മനസ്സജൻ ബായോട് പറഞ്ഞിട്ടുണ്ട്, ശിവ ഡേഞ്ചറാന്ന്. അല്ല, മയിലമ്മയ്ക്ക് എന്തപ്പ അങ്ങനെ തോന്നാൻ കാരണം? അത്
அது வந்து என்னோட ஒரு சந்தேகம். എന്ത് സന്ദേഹം? இல்ல, நான் காலையில வீட்டுல வந்தில்லே, அப்போ சிவா அங்க வந்தில்லே, அவனோட வண்டிக்குள்ள நிறைய டெட்டோളിന്റെ മണം. ഡെറ്റോളോ? ஆமா, டெட்டோல் தான். എന്റെ മയിലമ്മ, അത് വണ്ടി കഴുകണ വല്ല ലോഷനോ മറ്റായിരിക്കും, അല്ലാതെ ഡെറ്റോളും കുന്തോന്നല്ല. டெட்டோல் என்ன லோஷன் என்னன்னு எனக்கு நல்லாவே தெரியும். എന്തായാലും ശിവ മനസ്സിനെ ഉപദ്രവിക്കത്തൊന്നുമില്ല, അങ്ങനെ എനിക്ക് തോന്നണില്ല. இந்த உலகத்துல எனக்கு யாரையும் விசுவாசம் இல்ல. யாரு வில்லன் யாரு ஹீரோன்னு யாருக்கும் தெரியாது. எல்லாமே கடவுளுக்கு தான் நிச்சயம். എന്തായാലും പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കായിരിക്കുമല്ലേ മനസ്സിജൻ ഭായി? அதுவும் கடவுளுக்கு மட்டும் தெரியும். ആ സിഐയുടെ വർത്താനം കേട്ടാ തോന്നും ഞാൻ എന്തോ കുറ്റം ചെയ്തു. அதுக்கு கவலைப்பட வேண்டாம். போலீஸ் அப்படித்தான், அவங்களுக்கு நிறைய சந்தேகமா இருக்கும். എന്തായാലും മനസ്സിജൻ ഭായി ഇങ്ങോട്ട് വന്നാ മതിയായിരുന്നു. ആ കുട്ടുമണിയുടെ സങ്കടം കാണാൻ വയ്യ. അതെ, நானும் ஆண்டவனோட பிரார்த்திக்கிறது அதேதான். நான் வீட்டிലോട്ട് പോവാ. பெரியப்பாவும் அம்மாவும் காரியங்கள் அறியான் காத்திருக்கும். குட்டிமணிக்கு ஏதாவது கழிக்க மேடிச்சோண்டு கொடுங்க, பாவம். அம்மா, മോളെ എന്നതായി പോയിട്ട്? പോലീസിലെ പരാതി കൊടുത്തമ്മ, മനസ്സിജൻ അണ്ണനെ കാണാനില്ലെന്ന് പറഞ്ഞു. പോലീസ് കണ്ടുപിടിക്കുകയായിരിക്കും അല്ലേ? ആരായിരുന്നു മോളെ പോലീസ് സ്റ്റേഷനില്? ആ വൃത്തികെട്ടവനായിരുന്നോ ഓ നെയ്യപ്പം കുട്ടി? ആ, അന്ത മുട്ടാൾതാ. അവൻ എന്നാ പറഞ്ഞ്? നമ്മുടെ കൊച്ചനെ തേടി പിടിച്ചോണ്ട് തരുവോ? അന്വേഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല മോളെ, മനസ്സിനില്ലാത്ത സ്ഥിതിക്ക് കുട്ടിമണി അവിടെ നിർത്തുന്നത് അത്ര ശരിയാണോ? അതും അന്യനൊരുത്തൻ ആ വീട്ടിലുള്ളപ്പം. അന്ത പിച്ചള പാവം അമ്മ. എത്ര പാവമെന്ന് പറഞ്ഞാലും കാലം കെട്ട കാലം അല്ലയോ കൊച്ചേ? മനസ്സിന്റെ നിറം തരം പോലെ മാറുന്ന ഒരു ജീവിയേ ഉള്ളൂ ഈ ലോകത്തില്, അത് മനുഷ്യനാ. കുട്ടിമണിയെ വിളിച്ചോണ്ട് വരുന്ന കാര്യം ആലോചിച്ചമ്മേ. അനാ ഇവിടുത്തെ അണ്ണന്മാര് ആ പിണ്ണാക്ക് മാടന്മാർക്കും പിടിക്കത്തില്ല, അത് നേരാ. പെരീപ്പാ എവിടെമ്മാ? ഓ, അങ്ങേർക്ക് വീട്ടിൽ ഇരിക്കാൻ നേരമുണ്ടോ? മനസ്ജനെ അന്വേഷിക്കാനാണെന്നും പറഞ്ഞ് പോയിട്ടുണ്ട്. തൊട്ടു മുമ്പിൽ നിൽക്കുന്ന എന്നെ പോലും കാണാനുള്ള കാഴ്ചശേഷി അങ്ങേരുടെ കണ്ണിനില്ല. അന്നേരമാ കാണാതെ പോയ മനസ്ജനെ കണ്ടുപിടിക്കുന്നത്. அப்படி பேசாதீங்கம்மா. பெரியப்பாவை கொண்டு പറ്റുന്നത് പോലെ പെരിയപ്പാവും തിരക്കട്ടെ. പിന്നെ ഇനി ഇങ്ങേര് പണ്ട് എന്നെ ഇട്ടിട്ട് പോയതുപോലെ പെണ്ണിനെ മനസ്ജൻ ഇട്ടിട്ട് പോയതാണോ കൊച്ചെ? ഇനി പുത്തിയില്ലാത്ത ആ കൊച്ചൻ 10-35 കൊല്ലം കാത്തിരിക്കേണ്ടി വരുമോ? ഏയ്, അങ്ങനെ ഒന്നും സംഭവിക്കില്ലമ്മ. മനസ്സുജണ്ണൻ ഒന്ന് വിളിച്ചാ മതിയായിരുന്നു എവിടെന്നെങ്കിലും. എന്തെങ്കിലും അപകടം പറ്റിയോന്നാ? നേരാ, വല്ല വണ്ടിയും മുട്ടി എവിടെയെങ്കിലും ആശുപത്രിയിലുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അറിയും? അല്ല, നമ്മുടെ കണ്ണങ്കര പഠിക്കല ദാസപ്പനെ പണ്ട് ഇതുപോലൊന്ന് കാണാതായതാ. ഓ, നിനക്കറിയത്തില്ലല്ലോ ദാസപ്പനെ. പിന്നെ മണലുവാരുകാരനായിരുന്നു, 6 അടി പൊക്കവും അതിനൊപ്പിച്ചുള്ള വണ്ണവും. ദാസപ്പൻ തോട്ടയെറിഞ്ഞ് മീൻ പിടിക്കുന്നത് കാണാൻ ആറ്റുവഞ്ചിക്കടവിൽ ആൾക്കൂട്ടം തന്നെ കാണും. 2 വർഷം മുമ്പ് ഇതുപോലെ നിന്ന നിൽപ്പിൽ ദാസപ്പനെ കാണാതായി. ലോകമായ ലോകം മുഴുവനും അന്വേഷിച്ചു. പിന്നീടാ അറിഞ്ഞത് ആറ്റുവഞ്ചി കടവിൽ തന്നെ ദാസപ്പൻ മരിച്ചു കിടപ്പുണ്ടായിരുന്നെന്നും പ്രഷർ കൂടി ചത്തതാണെന്നും മാടൻ അടിച്ചിട്ടതാണെന്നും ഒക്കെ പറഞ്ഞു കേട്ടു. രാത്രി ദൈവത്താൻ നീരാട്ടിന് വരുന്നത് കണ്ടപ്പോ ഭൂതഗണങ്ങൾ കൊന്നതാണെന്നും പറയുന്നവരുണ്ട്. അങ്ങനെ ഒന്നും മനസ്സുജണ്ണന് വരത്തില്ല. അണ്ണൻ തിരിച്ചു വരും. പോലീസ് എല്ലാ ആസ്പത്രിയിലും അന്വേഷിക്കും. അന്നേരം അറിയാം വല്ല അപകടവും പറ്റി കിടപ്പുണ്ടെങ്കിൽ തന്നെ. എന്നാലും കൊച്ചെ, ഒരു എന്നാലും ഇല്ല. അമ്മ വാ വാ. എന്താടി കിണറ്റിൽ നോക്കുവാണോ മനശീയനെ? അതും നോക്കണല്ലോ. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഗുളിക വിഴുങ്ങുന്നത് പോലെ ആണല്ലോ നിന്റെ അന്വേഷണം. നിന്റെ വിഷമോ ഓട്ടോ ഒക്കെ കണ്ടാ തോന്നുമല്ലോ കാണാതായത് നിന്റെ കെട്ടിയോനെയാണെന്ന്. അതോ ഇനി പൊട്ടിയെ വീണ്ടും പൊട്ടിയാക്കി അങ്ങനെ വല്ല പ്രേമനാടകവും നടക്കുന്നുണ്ടായിരുന്നോ? മലയാളത്തില് എന്നമോ ഒരു പഴമൊഴി ഇല്ലയാ? என்ன அது? മഞ്ഞ കണ്ണുകൊണ്ട് നോക്കിയാ എല്ലാമേ അപ്പിടിത്താൻ തോന്നുന്നു. കുഴപ്പം
നോക്കുന്ന കണ്ണിനാണോ കാണുന്ന കാഴ്ചക്കാണോ എന്നൊക്കെ ഞാൻ പറയാം. മയില് പീലി വിരിക്കുമ്പോഴേ ബുദ്ധിയുള്ളവർക്ക് കാര്യം മനസ്സിലാവും. அக்கா பந்துக்களை குறிச்சு உனக்கு ஒண்ணுமே தெரியாது. ஒவ்வொரு பந்தத்துக்கும் ஒவ்வொரு பேரு, நிறம், பொருள். அல்லாம ஆம்பளைக்கும் பொம்பளைக்கும் இடையில ஒரே ஒரு பந்தம் மாத்திரம் அல்ல. ആമ്പളയ്ക്കും പൊമ്പളയ്ക്കും ഇടയിലുള്ള ബന്ധത്തെക്കുറിച്ചൊന്നും നീ എനിക്ക് ക്ലാസ് എടുക്കണ്ട. ആട്ടെ, പോലീസ് എന്നാ പറഞ്ഞു? മതികള അക്കാവോട് പറയാൻ മാത്രം ഒന്നും പറഞ്ഞില്ല. ഡീ, നീ ഒരുപാടങ്ങ് വിളയല്ലേ? മനസ്സിനെ കാണാതായിന് നീ പരാതി കൊടുക്കാൻ പോയില്ലേ? അന്നേരം എന്ത് പറഞ്ഞു എന്നാ ചോദിച്ചത്? എന്തു പറയാൻ, മാൻ മിസ്സിങ്ങിന് കേസെടുത്തു, അവളതാ. നീ കൊടുത്ത പരാതിയുടെ കണ്ടന്റ് എന്താണെന്നാ ഞാൻ ചോദിച്ചത്. മനസ്സിലായോ? അക്ക വന്ന് ഡിവൈഎസ്പിയോട് സ്വന്തക്കാരി വിളിച്ചു ചോദിക്കേ. കംപ്ലൈന്റോടെ കോപ്പി ഇമെയിലില് കിട്ടിയേക്കാം. തുറക്കുത്തരം പറയുന്നോടി നിന്നെ ഞാൻ. നിക്ക്, അടിച്ചാ തിരിച്ചടിക്കണം. അതിന് കുഴപ്പമില്ലെങ്കിലേ വരാവൂ. അത് ശരി. തീറ്റി എല്ലിന്റെ ഇടയിൽ കുത്തിയപ്പോ നാക്കിനും വാക്കിനും നോട്ടത്തിനൊക്കെ മൂർച്ച കൂടിയല്ലടി. അക്ക, போலீஸுக்கு கொடுத்த பராதியோட டீடைல்ஸ் எதுக்கு அக்கா கிட்ட சொல்லணும்? எனக்கு അതിന്റെ அவசியமே இல்ல. എന്നാലും അക്ക இந்த மாதிரி ക്യൂരിയസ് ആയിട്ട് ചോദിച്ചത് കൊണ്ട് ഞാൻ പറയാം. മനസ്സിജൻ അണ്ണനെ യാരോ അപകടപ്പെടുത്തി കാണും എന്ന സന്ദേഹം പരാതിയിലുണ്ട്. അപകടപ്പെടുത്തിയെന്നോ? അതെന്തിനാ നീ അങ്ങനെ പരാതി കൊടുത്തത്? അവൻ അപകടപ്പെടുത്തിയെന്ന് പറഞ്ഞു. അതൊക്കെ കണ്ടുപിടിക്കേണ്ടത് പോലീസിന്റെ ജോലിയല്ലേ? നമ്മുടെ സംശയം പറയാലോ. സംശയിക്കാൻ നീ ആരടി? ഷെർലക് ഹോംസിന്റെ കൊച്ചുമോളോ? അക്ക, ന്യായമായ കാര്യങ്ങൾ തിരിച്ചറിയാനും സംശയിക്കാനും അന്വേഷിക്കാനും ഒക്കെ ഷെർലക് ഹോംസിന്റെ കൊച്ചുമോളും ജെയിംസ് ബോണ്ടിന്റെ അനന്തരവളും ഒന്നും ആവണ്ട. 2 നേരം ചോറുണ്ണുന്നതിന്റെ ബുദ്ധിമതി. ഏത് ബോണ്ട ജെയിംസിന്റെ കാര്യ പിള്ളാരെ? ആ വന്നു. ഞാൻ ഓർത്തതേ ഉള്ളൂ. ഉന്തുവണ്ടി ഏന്തി ഏന്തി വന്നില്ലല്ലോന്ന്. ഞാൻ ഉന്തുവണ്ടിയാണെങ്കിൽ നിന്റെ അമ്മ ആരാ കെട്ടുവല്ലോ? നിങ്ങളെന്റെ അല്ല പിന്നെ തെറിക്കുത്തരം മുറിപ്പത്തല് അതായിനി. നിന്നെ പേടിച്ചെന്നാ ഞാൻ വായിൽ വെള്ളം ഒഴിച്ചിരിക്കണോ? അമ്മ പ്ലീസ്. എവളെ 2 പറയാനുള്ള ലൈസൻസ് എനിക്കുണ്ട്. വാദം പിടിച്ച കാലും തൂക്കിയിട്ട് നടക്കുന്ന എനിക്ക് അവളിട്ട പേര് കണ്ടില്ലേ? ഉന്തുവണ്ടി വെള്ളപ്രാണി. അയ്യോ അമ്മ നിർത്ത്. പോലീസ് സ്റ്റേഷനിലെ മാറ്റർ സംസാരിക്കായിരുന്നു. അക്കാവുക്ക് ഡീറ്റെയിൽ ആയിട്ട് വിശദമായിട്ട് അറിയണമെന്ന്. അക്ക ചക്ക ഇവളിപ്പോ ഇത് ഡീറ്റെയിലായിട്ട് അറിഞ്ഞിട്ട് എന്നാത്തിനാ? ഏതെങ്കിലും വകുപ്പിൽ അവിടുന്ന് പരാതി എടുത്ത് കീറിക്കളയിക്കാനായിരിക്കും. അതെ, അത് തന്നെ എന്റെ ഉദ്ദേശം. എന്റെ അമ്മയുടെ തലയടിച്ച് കീറിയവൻ എവിടെയെങ്കിലും പോയി ഒടുങ്ങട്ടെ. കേട്ടിട്ടില്ലേ? ചട്ടമ്പിക്ക് പിച്ചാത്തി കൊണ്ടാ ഒടുക്കൂന്ന്. വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ട് മരണമൊന്നും ഉണ്ട്. அக்கா, நீ சொன்ன ஒரு மேட்டர் எனக்கு தெரிஞ்சது. சட்டம்பிக்கு பிச்சாத்தியால சாவு. ஓகே, ஆனா அந்த பிச்சாத்தியோட பிடி யாரோட கையிலயா இருக்கும்? അത് അത് എനിക്കെങ്ങനെ അറിയാം? നീ എന്താ എന്നോട് ഒരുമാതിരി അർത്ഥം വെച്ച് ചോദിക്കുന്നത്? ഇല്ലക്കാ, എന്തായാലും പോലീസ് അന്വേഷിക്കട്ടെ. ആരന്വേഷിച്ചിട്ടും കാര്യമൊന്നും ഇല്ലടി. നീ ഏതാണ്ട് നേർച്ചയൊക്കെ നേർന്നെന്ന് കേട്ടല്ലോ. പഴനി മുരുകന് പാൽക്കുടമോ പഴക്കൊലയോ ഒരു കാര്യമില്ല. പാലും വേസ്റ്റ്, പഴവും വേസ്റ്റ്. എന്നാ പിന്നെ നിന്റെ വീട്ടുപടിക്ക പോയി കോഴിക്കുരുതി നടത്താം. ചുടല ഭദ്രകാളി അവിടെയാണല്ലോ ഉള്ളത്. നിങ്ങൾ ഈ പറയുന്നതിനൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതേ ഉള്ളൂ. പൊട്ടിയും പൊട്ടിയുടെ അനാഥ കൊച്ചിനെയും കുരുതി കൊടുക്കുന്നതിനെ കുറിച്ചും ദാനം ചെയ്യുന്നതിനെ കുറിച്ചും നിങ്ങൾ ചിന്തിച്ചാൽ മതി കേട്ടോ. മനസ്സിജൻ തിരിച്ചു വരത്തില്ല. ഒരുമ്പോക്ക് പോയതാ. ഇനി അഥവാ വന്നാ തന്നെ വെട്ടിക്കീറി തുന്നിക്കിട്ട് തെക്കോട്ട് എടുക്കത്തേ ഉള്ളൂ. ഹലോ, ചന്ദ്രേട്ടനോട് ഒരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. ദൈവത്തെ ഓർത്ത് മനുഷ്യനെ കുറിച്ച് മനസ്സമാധാനം എന്താ? വീട്ടിലിരുന്ന് അത് കിട്ടാത്തോണ്ടാണല്ലോ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. എന്നേക്കുമായി മനസ്സമാധാനം തരാൻ പോവാണെന്ന് പറയാനാ ഞാൻ വിളിച്ചത്. ഞാനേ എന്റെ വീട്ടിലേക്കൊന്ന് പോവാ. എന്താ വിശേഷം? വിശേഷം എന്താന്നൊക്കെ വഴി അറിയിക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു. ഇത്രയും കാലം ഞാൻ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയാണ് ചന്ദ്രേട്ടനെ വിളിച്ചിട്ടുള്ളത്.
നിങ്ങളുടെ മനസ്സ് എന്നോടൊപ്പം ഇല്ലാതിരുന്നപ്പോഴും എന്റെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഞാൻ നിങ്ങൾക്കൊപ്പം നിന്നു. പക്ഷെ ഇനി അതില്ല. ഇനി ഞാൻ കാണിച്ചു തരാം ഇന്ദു ആരാണെന്ന്. ഈ യുദ്ധപ്രഖ്യാപനം നടത്താനാണോ നീ എന്നെ പുറകിന്ന് വിളിച്ചത്? നീ എന്തെങ്കിലും ചെയ്യ്. എനിക്ക് കുറച്ച് മനസമാധാനം കിട്ടിയാൽ മതി. അതാര് കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. ആര് കൂടെ ഉള്ളപ്പോഴാണ് നിങ്ങൾക്ക് സമാധാനം കൂടുതൽ കിട്ടുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും ആ സമാധാനം നിങ്ങൾക്ക് കിട്ടുമെന്ന് കാത്തിരുന്ന് കാണാം. എന്തൊരു കഷ്ടമായത് ദൈവമേ. ബാലേട്ട ഒന്ന് നിന്നേ. എന്താ ഇനി നിനക്കെന്താ വേണ്ടത്? മനസ്സിലായില്ല. അല്ല, ഒരുത്തിയുടെ വക ഭരണവും യാത്രാപറച്ചിലും കഴിഞ്ഞിട്ട് 1 മിനിറ്റ് തികഞ്ഞില്ല. അതിനു മുമ്പ് ഒന്നാം ഭാര്യയുടെ വക എന്താ ഒരു വിസ്താരം? വിസ്തരിക്കാനും വിചാരണ ചെയ്യാനും ഒന്നും ഞാനല്ലല്ലോ വക്കീല്. അതിപ്പോ കൂടെയുള്ള ആളല്ലേ. എനിക്കറിയേണ്ട ഒറ്റ കാര്യമാ, ഒരൊറ്റ കാര്യം. അത് നിങ്ങളുടെ വായിന്ന് തന്നെ കേൾക്കണം. എന്റെ പൊന്ന് സീതേ, ഞാനൊരു മനുഷ്യനാ. ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യാത്ത ഒരാളുവാ. പക്ഷേ സഹിക്കാവുന്നതിന്റെ അങ്ങേയറ്റമാകുന്നു കാര്യങ്ങൾ. അതുകൊണ്ട് എന്നെ എന്റെ വഴിക്ക് വിട്. വഴിമാറ്, ഞാൻ പോട്ടെ. ഞാൻ വഴി വിലങ്ങാൻ വന്നതൊന്നും അല്ല. എനിക്കൊരു കാര്യം അറിയണം. എന്താന്ന് വെച്ചാ ചോദിക്ക്. എനിക്ക് വേറെ കാര്യങ്ങളുണ്ട്. ബാലേട്ടൻ അങ്ങനെ അങ്ങ് ധൃതിപ്പെടാതെ. എങ്ങോട്ടായി ധൃതി പിടിച്ചുള്ള പോക്ക്? സീതേ, ഞാൻ പറഞ്ഞു, നട റോഡാണ്. ഇവിടെ വെച്ച് എന്നെ കൊണ്ട് ഒച്ചയെടുത്ത് സംസാരിപ്പിക്കരുത്. കാര്യം പറയേ, എനിക്ക് പോണം. മനസ്സിന് എന്താ സംഭവിച്ചേ? മനസ്സിന് എന്ത് സംഭവിച്ചെന്ന് എനിക്കെങ്ങനെ അറിയാൻ പറ്റും? അത് അവനുമായിട്ട് അടുപ്പമുള്ളവരോട് ചോദിക്കണം, എന്നോടല്ല. അല്ല, നിനക്കൊന്നും അറിയത്തില്ലേ? മനസ്സിനെ കാണാതായെന്ന് എല്ലാരും കേട്ടതുപോലെ ഞാനും കേട്ടു. എവിടെ പോയെന്ന് നിന്നോട് പറഞ്ഞില്ലേ? ബാലേട്ടൻ എന്റെ ഭർത്താവാണിപ്പോഴും. ദേ, നിങ്ങൾ കെട്ടിയ താലിയായത്. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. ഇതിനു മുമ്പും എന്നെയും മനസ്സിനെയും ചേർത്ത് ആരോ പറഞ്ഞ കെട്ടുകഥകൾ വിശ്വസിച്ച് ചോദ്യം ചെയ്തപ്പോഴും അർത്ഥം വെച്ച് കുത്തും കൊള്ളിവാക്ക് പറഞ്ഞപ്പോഴും ഞാൻ മിണ്ടാതെ നിന്നിട്ടുണ്ട്. അന്ന് മിണ്ടാതെ നിന്നതേ നിങ്ങൾ പറഞ്ഞതിൽ ശരിയുടെ ഒരു അംശം ഉണ്ടായിട്ടല്ല, മറിച്ച് നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടട്ടെ എന്ന് കരുതിയിട്ടാ. ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിലും നല്ലത് അവര് സ്വയം തിരിച്ചറിയുന്നതാ. കാരണം കാലം എന്ന് പറയുന്ന ഒരു വലിയ കണക്ക് പുസ്തകം ഉണ്ടല്ലോ, അതില് ദൈവം കൃത്യമായിട്ട് എഴുതിയിട്ട് തരും ഓരോ കാര്യങ്ങൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കാനായിട്ട്. നിന്റെ പ്രസംഗം മതി. നീ മനസ്സിന് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു. എനിക്കറിയത്തില്ലത് ഞാൻ പറയുകയും ചെയ്തു. ഇനി എനിക്ക് പോണം. അങ്ങനെ ഒഴിഞ്ഞു പോകല്ലേ ബാലേട്ട. ബാലേട്ടനറിയാതെ മനസ്സിന് ഒന്നും സംഭവിക്കില്ല. അതാ എന്റെ മനസ്സ് പറയുന്നത്. ഓ, അത് ശരി. അപ്പൊ എല്ലാരും കൂടി എന്നെ കുറ്റക്കാരനാക്കാൻ നോക്കുകയാണല്ലേ? മറ്റുള്ളവരുടെ കാര്യമൊന്നും എനിക്കറിയില്ല. എന്റെ മനസ്സ് അങ്ങനെ പറയുന്നു. നിങ്ങൾക്കതിൽ എന്തോ പങ്കുണ്ടെന്ന്. മനസ്സിന് എന്ത് സംഭവിച്ചു എന്നും എവിടെ പോയി എന്നും ഒരു ചെറിയ അറിവെങ്കിലും ബാലേട്ടനുണ്ട്. എനിക്കൊന്നും അറിയത്തില്ലെന്ന് നിന്നോട് പറഞ്ഞില്ലടി. ബാലേട്ടൻ ഒച്ചയെടുത്ത് ആരെയാ ഭയപ്പെടുത്താൻ നോക്കുന്നത്? മനസ്സിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ നാടും നാട്ടുകാരും പോലീസും ഞാനും ഉൾപ്പെടെ ആദ്യം സംശയിക്കുന്നത് നിങ്ങളെ തന്നെയായിരിക്കും. കാരണം മനസ്സിനെതിരെ ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നടത്തിയതും ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞിട്ടുള്ളതും ഒക്കെ ബാലേട്ടനല്ലേ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പകൽ വെട്ടത്തിലേ ചെയ്യത്തുള്ളൂ. അല്ലാതെ ആരും അറിയാതെ ചെയ്തിട്ട് ഒന്നും അറിയാത്തവനെ പോലെ നടക്കില്ല ബാലേന്ദ്രൻ. വയലോരം വീട്ടിലെ ബാലനെ അതിനൊക്കെയുള്ള ധൈര്യം ഉണ്ടടി. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. അതിന് ഒളിവും മറയും ഒന്നും ഉണ്ടായിരിക്കുകയില്ല. അപ്പോ ബാലേട്ടന് ഒന്നും അറിയത്തില്ലെന്നാ പറയുന്നതല്ലേ? ഇല്ല എന്ന് പറഞ്ഞാ ഇല്ല. എന്നെ ചോദ്യം ചെയ്യാനും വിചാരണ ചെയ്യാനും വെയിലുകൊണ്ട് നടക്കാതെ നീ പോയി കണ്ടുപിടിക്കവനെ, എന്നിട്ട് സമാധാനിക്ക്. അല്ലാതെ ഇങ്ങനെ ഉള്ളുവെന്ത് ആദ്യ കയറി അലഞ്ഞിരിഞ്ഞ് നടക്കണ്ട കേട്ടോ. ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടാത്ത ഒരു കാര്യമാണ്. എന്നമ്മാ മനസ്സിച്ചാണ് എങ്ക പോയിന്നാ? അത് നമ്മളെല്ലാം ആലോചിക്കുന്നുണ്ട്. അതല്ല മോളെ, മനസ്സിജൻ ഇനി വരത്തില്ല എന്ന് മതികലപ്പെണ്ണ് ഇത്ര ഉറപ്പിച്ചു പറയാൻ എന്നാ കാര്യം? ഇനി അവക്കും അവരുടെ അമ്മയ്ക്കും വല്ല മനസ്സറിവും കാണുമോ കൊച്ച്? അതെന്താ അമ്മാവക്ക് അങ്ങനെ തോന്നിയത്?
അല്ല കൊച്ചേ, അവളുടെ അപ്പൻ കൊടുത്ത വീട്ടിലല്ലേ അതുങ്ങൾ താമസിക്കുന്നത്. ആ വൈരാഗ്യം വെച്ച് അതും സരിതാ. എന്തായാലും ആണ്ടവൻ സത്യം പുറത്തു കൊണ്ടുവരും. എന്റെ പരുത്തിക്കാവിലമ്മേ, മനസ്ജൻ ഇന്ന് തന്നെ ഇങ്ങ് വരണേ. കുട്ടിമണി കൊച്ചു വല്ലതും കഴിച്ചോ എന്തോ? വലിയ സങ്കടത്തിലാ പാവം. വിശപ്പ് ഒന്നുമില്ല. അതിന് പിന്നെ ദണ്ണം കാണാതിരിക്കോ? ഇവിടത്തെ പൂതങ്ങളെ പേടിച്ച, അല്ലെങ്കിൽ ഞാൻ അതിനിവിടെ കൊണ്ടുവന്ന് നിർത്തിയേനെ. അല്ലമ്മാ, അന്ത എന്തു അക്ക എവിടെ? അയ്യോ, അത് ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ കൊച്ചേ. അവള് പോയി. പോയെന്നാ? എങ്ങോട്ട്? അവളുടെ വീട്ടിലേക്ക്. ബാലണ്ണനുമായി വഴക്കിട്ടാ? ആ, അത് പിന്നെ എപ്പോഴും വഴക്കാണല്ലോ. മുറിക്കകത്തുനിന്ന് ഒച്ചത്തിൽ എന്തൊക്കെയോ സംസാരം കേട്ടു. ഞാൻ ശ്രദ്ധിക്കാനൊന്നും പോയില്ല. നമുക്കെന്ത് കാര്യം? എന്നിട്ട് അവൾ ഇനി ഈ വീട്ടിൽ വരണമെങ്കിൽ ചില തീരുമാനങ്ങൾ ഉണ്ടാക്കണം. അയ്യോ, ബാലണ്ണനോട് കാര്യം ரொம்ப കഷ്ടം. അപ്പൊ ഇന്ദു അക്ക ഇനി വരത്തില്ല അമ്മ? ആ, പോകുന്നവരൊക്കെ തിരിച്ചു വരാനാണോ? സീത വേറെ കെട്ടിപ്പോകുമെന്ന് കരുതിയല്ലേ അവൾ ഇതുവരെ നിന്നത്. ബാലനായിട്ട് ആ കല്യാണം മുടക്കിയതോടെ ആ പ്രതീക്ഷയും പോയി. ഇനിയിപ്പോ അവള് വേറെ കെട്ടുമായിരിക്കും. എന്നമ്മ ഇത്? വാസിക്ക് കല്യാണം കെട്ടണമാ? ഉള്ളത് പറയാലോ കൊച്ചേ. ബാലന് ചേരുന്നത് സീത തന്നെയാ. അതിന് വരുമോ ഒന്ന് കണ്ടറിയണം. വന്നാൽ തന്നെ അടുത്ത പടയ്ക്ക് പന്തവും കൊളുത്തി ഇവിടുത്തെ മുതുപട നിൽക്കിയല്ലേ മതികൊല. ആ ഇന്ദു വക്കീൽ ഇവിടെ ഇല്ലെങ്കിൽ മതികലയുടെ ഒരു വശം തളർന്നതുപോലെയാ. കുത്തിത്തിരിപ്പിനും കുഞ്ഞായ്മയ്ക്കും ഒന്നും കൂട്ടില്ലല്ലോ. അല്ല, അവളെ സംബന്ധിച്ച് ആരുടെയും കൂട്ടൊന്നും വേണ്ട. ഒരു രാജ്യം മുഴുവനും ഇളകി വന്നാലും ഒറ്റയ്ക്ക് പിടിച്ചു നിന്നോളും. രവി അണ്ണ കൊഞ്ചം കൂടെ സ്ട്രോങ് ആനാ പോതും. നീ വെറുതെ ചിരിപ്പിക്കല്ലേ വേണ്ട. അവനാ താടിയും മുടിയും പൊണ്ണത്തടിയും ഒക്കെ ഉള്ളു. നീ കേട്ടിട്ടില്ലേ, പൊണ്ണത്തടിയനെ എന്തിനു കൊള്ളാം, വലിയ പുരയ്ക്കൊരു തൂണിനു കൊള്ളാന്ന്? അതൊന്നും അല്ല. രവി അണ്ണന് ഞാൻ നേരെയാക്കി എടുത്തോളാം. ദേ കൊച്ചേ, നീ അവനെ നേരെയാക്കാനൊന്നും പോണ്ട. അത് മതി. മതികല്ല പെണ്ണ് അവനെ കൊല്ലാൻ. ആ സാധു ജീവി ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോട്ടെ. രവി അണ്ണനും മതികളാക്കാവി എവിടെ പോയതാമ്മ? ആർക്കറിയാം പുതിയ എന്നാ കൊസറാ കൊള്ളിക്കാ പോയിരിക്കുന്നെന്ന്. ചിലപ്പോ അവളുടെ വീട്ടിൽ പോയതായിരിക്കും. അല്ലെങ്കിൽ അവളുടെ മുഖം മിനുക്കുന്ന കടയില്ലേ, എന്നതാ അതിന്റെ പേര്? പൂട്ടി പാലർ. അമ്മ സാപ്പാട് വേഗം സமைச்சு പോയി. ഞാൻ കൊണ്ടുപോയി കുട്ടിമണിക്ക് കൊടുത്തിട്ട് വരാം. ഇനിയും പോണോ കൊച്ച്? നമ്മളല്ലാതെ കുട്ടിമണിക്ക് വേറെ ആരമ്മ? നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. അയ്യോ, പെട്ടെന്ന് പിടിക്കുവേണ്ടേ. ആ കുന്തം നിരങ്ങി കിണറ്റി ചാടാൻ പോണ്. ആ പിച്ചള അണ്ണ சொல்லு. ഓ അപ്പടിയാ? പിച്ചളയാണോ? എന്നതാ കൊച്ച കാര്യം? പോലീസ് അന്വേഷണം തുടങ്ങിയിരുന്നു. ഒരു സോഡ. തേടിയ പുള്ളി കാലി ചുറ്റി. സ്വാമി ശരണം. വേറെന്തെങ്കിലും വേണ്ട. ആ 2 പഴവും കൂടെ എടുത്തു. സാറോ? സസാറോ? എന്താടാ, സാമ്പാർ പോലെ പുതിയ വല്ല കൂട്ടാനും പറ്റാണോ? സാറെന്താ ഇവിടെ? ഓ, ഞാൻ പിന്നെ അമേരിക്കയിലെ സർക്കിൾ ഇൻസ്പെക്ടർ അല്ലേ, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അതല്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. സ്ഥലം സർക്കിളിനോടൊക്കെ കുശലം ചോദിക്കാനുള്ള മിടുക്കൊക്കെ ആയിപ്പോയല്ലേ നിനക്ക്? എന്നാ പിന്നെ മോർണിംഗ് വന്നേ, ചില കാര്യങ്ങൾ ചോദിച്ചറിയണം. എന്നതാ സാറേ? അത് ഈ മകരവിളക്ക് എന്നാണെന്ന്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നീ വരത്തുള്ളൂ. ഇങ്ങോട്ട് വാടാ. എന്നതാ സാറേ പറയും? നമ്മൾ രണ്ടുപേരും കൂടെ റോഡിൽ കൂടെ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ 1ാം ക്ലാസ് മുതൽ ഒരേ ബെഞ്ചിലിരുന്ന് കല്ല് പെൻസിലും കാക്കത്തൊണ്ടും ഒക്കെ പങ്കുവെച്ച് കളിച്ചവരെ പോലെ ഉണ്ടല്ലേ. സാറിന് എന്താ ചോദിക്കാനുള്ളത്? എനിക്ക് 2-3 കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. നാളെ ഒരു ടെസ്റ്റ് പേപ്പർ ഉണ്ട്. അപ്പൊ അതിനകത്ത് 1-2 ചോദ്യങ്ങളുണ്ട്. ഞാൻ എത്ര ആലോചിച്ചിട്ട് അതിന്റെ ഉത്തരം കിട്ടുന്നില്ല കേട്ടോ. അപ്പൊ അത് വയലോരം വീട്ടിലെ ബാലേന്ദ്രനോട് ചോദിച്ചാലെന്തെന്ന് എന്റെ മനസ്സിരുന്ന് ആരോ പറഞ്ഞു. സ്വാമി അയ്യപ്പനായിരിക്കും. അപ്പൊ ഞാൻ നേരെ കെട്ടുമുറുക്കി ഇങ്ങോട്ട് പോകും. സാറേ മനസ്സിലായില്ല. മോനെ ബാലേന്ദ്ര, നാടൂർ റോഡാണ്. ഇതേ നോക്ക്, ചുറ്റും ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നേരെ നിന്റെ കൂമ്പിലോട്ടൊരു ഇടി ഇടിച്ചു തന്നാ നിന്റെ കരച്ചിൽ കേൾക്കാനും എന്റെ ഇടിയുടെ പവർ കാണാനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്.
മോഹൻലാൽ ഏതോ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ ഇടി ഒരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ടും അതിന് ഗപ്പൊന്നും കിട്ടാത്തതുകൊണ്ടും ഞാനതങ്ങ് ഒഴിവാക്കുകയാണ് കേട്ടോ. ഞാൻ എന്ത് ചെയ്തെന്നാ സാറ് പറയുന്നത്? നീ ഇപ്പോ ഒന്നും ചെയ്തെന്നല്ല, നേരത്തെ ചെയ്ത കാര്യങ്ങളൊന്നും പറഞ്ഞാൽ മതി. സാറേ വാട ചോദിക്കട്ടെ. അപ്പോ എനിക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ തന്നെ ചോദിച്ചോളൂ. ചോദ്യം നമ്പർ 1. ബാലൻ മോന്റെ കുഞ്ഞളിയൻ, എന്താ അവന്റെ പേര്? മനസ്സിജൻ. അവനിപ്പോ എവിടെ ഉണ്ട്? സാറേ എടാ, ഒന്നുകിൽ ഉത്തരം പറ, അല്ലെങ്കിൽ പാസ് എന്ന് പറ. എനിക്കറിയത്തില്ല സാറേ. അപ്പോ അത് പാസ്. മനസ്സിജനെ നീ കണ്ടിട്ട് എത്ര നാളായി? കുറച്ചു ദിവസം മുമ്പ് കണ്ടിരുന്നു. എന്നിട്ട്? ഞാനും അവനും തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലല്ലെന്ന് സാറിന് അറിയാലോ. പിന്നെ ഞാനല്ലേ നിങ്ങൾ അളിയന്മാരുടെ പ്രശ്നങ്ങൾ സ്ഥിരമായിട്ട് പരിഹരിച്ചുകൊണ്ടിരിക്കും, നിങ്ങളുടെ കുടുംബ പോലീസ്. എടാ, നിന്റെയൊക്കെ കുടുംബത്തിൽ എന്ത് കോഞ്ഞാട്ടം നടന്നാലും എനിക്കെന്താടാ? അവനെ നീ കണ്ടിട്ട് ബാക്കി പറ. വീട്ടിൽ വന്നപ്പോഴാണെന്ന് തോന്നുന്നു സാറേ അവസാനമായിട്ട് കണ്ടത്. അന്ന് ഒത്തിരി കശപശയൊക്കെ ഉണ്ടായെന്നേ ഉള്ളൂ. നീ എന്നാണ് അവനെ കണ്ടതെന്ന് കൃത്യമായിട്ട് ഓർമ്മയില്ല. ശരി, അത് വിട്. ഒരുപാട് തിരക്കുള്ള ആളല്ലേ. എന്തെല്ലാം കാര്യങ്ങളാണ് നിന്റെ തലയിൽ കൂടെ ഓടുന്നത്. അമേരിക്കൻ പ്രസിഡന്റിനും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കൊന്നും ഇല്ലാത്തത്ര തിരക്കും ടെൻഷനും പവറും ഒക്കെ ഉള്ള മഹാനായ വ്യക്തിത്വമല്ലേ പലചരക്ക് കടക്കാരൻ ബാലേന്ദ്രൻ. എന്നാ പിന്നെ നീ എന്ത് ചെയ്തെന്ന് പറ. ബാ. അല്ല, നീ സ്കൂട്ടറിൽ പോകും, അവൻ കൈ കാണിച്ച് നിർത്തുകയായിരുന്നോ, അതോ അവൻ നടന്നു പോകുമ്പോൾ നീ സ്കൂട്ടർ കൊണ്ടുപോയി ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു? സാറേ, അതോ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് വിഷം കലക്കി കൊടുത്താണോ? കീടനാശിനിയെ ഫ്രുഡാൻ ഫ്രുഡാൻ. അതോ പിന്നിൽ നിന്നും കഴുത്തിൽ തോർത്തിട്ട് മുറിക്കോ, അതോ വെള്ളത്തിൽ മുക്കിക്കൊന്നു? അല്ല, ക്രൈമിന്റെ വിവിധ മോഡസ് ഓപ്പറൻഡി, മെത്തഡ് ഓഫ് ഓപ്പറേഷന്റെ കാര്യം ഞാനീ പറഞ്ഞ. നീ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ആവിഷ്കരിച്ചിട്ടുണ്ടോ? എന്റെ പൊന്നു സാറേ, മനസ്സിന്റെ കാര്യത്തിൽ എനിക്കൊന്നും അറിയത്തില്ല. അവനെ കാണാനില്ലെന്ന് കേട്ടു. അതിന്റെ പേരിൽ എല്ലാരും എന്നോട് ചോദിക്കുന്നു മനസ്സിജൻ എവിടെയാണെന്ന്. അത് പോയിന്റ്. മനസ്സിജനെ കാണാതായപ്പോ എല്ലാവരും നിന്നോട് ചോദിക്കുന്നു. അതൊരു അപകടം പിടിച്ച പോയിന്റ് ആണല്ലോടാ ബാല. നിന്നോട് എന്തിനാണ് ചോദിക്കുന്നത്? അത് ഞാനും മനസ്സിനും തമ്മിലുള്ള പ്രശ്നത്തിന്റെ പേരിൽ. അപ്പൊ നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാം. കഥാപശ്ചാത്തലം കംപ്ലീറ്റ് ഓക്കെ. ഇനിയിപ്പോ അവന്റെ ബോഡി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ മതി. എങ്ങനെ, വയറ് കയറി പുഴയെ താഴ്ത്തിയോ, അതോ പലചരക്കടയിൽ നിന്ന് ആവശ്യത്തിന് ഡാൾഡ എടുത്ത് പഞ്ചസാരയും കൂട്ടിയിട്ട് കത്തിച്ചോ? എന്റെ പൊന്നു സാറേ, എന്നോട് ഇങ്ങനെയൊന്നും ചോദിക്കില്ല. എനിക്കൊന്നും അറിയത്തില്ല. ഹൈഷടാ കുഞ്ഞുവാവ കരയ്യ. ഇതൊന്നുമല്ല കരച്ചില്. ഞാനിങ്ങോട്ട് ഇറങ്ങിയിരിക്കുക അന്വേഷണത്തിന്. അയ്യപ്പൻകുട്ടി കൈക്കൂലി വാങ്ങിക്കും, കാശ് വാങ്ങിച്ചിട്ട് കൂമ്പിലിട്ടിടിക്കും. വാദിയെയും പ്രതിയെയും 2 കൈയിലായിട്ട് ചെവിയിൽ തൂക്കിയെടുത്തുകൊണ്ട് നടക്കുകയും ചെയ്യും. പക്ഷേ അയ്യപ്പൻകുട്ടിയുടെ സർക്കിളിൽ നിയമം കയ്യിലെടുക്കാൻ ഒരു മോനെയും സമ്മതിക്കത്തില്ല. അതുകൊണ്ട് എന്തെങ്കിലും മനസ്സറിവ് ഉണ്ടെങ്കിൽ കേശിനെ വന്ന് ഏറ്റു പറഞ്ഞോളണം കേട്ടോടാ. 24 മണിക്കൂർ സമയം തരും. അതും കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്കിതിൽ എന്തെങ്കിലും മനസ്സറിവുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ ഒരു 48 മണിക്കൂർ നീ ICUവിൽ കിടക്കും. കേട്ടോടാ. മോർണിംഗ് സർ. സർ, പരാതി കിട്ടിയിട്ടുണ്ട്. ഞാൻ അന്വേഷിക്കുന്നുണ്ട് സർ. അപ്ഡേറ്റ്സ് ഒക്കെ അറിയിച്ചോളാം. ഓക്കെ സർ. ഓക്കെ സർ, താങ്ക് യു. ഗുഡ് ഡേ. താങ്ക് യു സർ. മനസ്സിന് വേണ്ടി റൂറൽ SP കോൾ. അവന് മുകളിൽ പിടിപാട്. അപ്പം ഞാനറിയാതെ എന്തൊക്കെയോ കണക്ഷൻസ് അവനുണ്ട്. നോക്കാം. സ്വാമി എന്തൊക്കെ തോം തോം, അയ്യപ്പത്തെന്തൊക്കെ തോം തോം, സ്വാമി വണക്കം. ഇങ്ങോട്ട് ഇറങ്ങി വരണം. എന്താ കാര്യം? കാര്യമൊക്കെ പറയാം. അതിന് ഞാൻ ഇനി എടുത്തിറക്കണം. മതി, ഇറങ്ങാം. എന്താ സാർ? ഒരു പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി വയലോരം വീട്ടിലേക്ക് വരികയായിരുന്നു. പക്ഷെ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് കൃത്യമായിട്ട് വിവരം കിട്ടി. വീട്ടുപടിക്കലെ ഒരു ഷാഡോ പോലീസിന് ഇട്ടിട്ടുണ്ടേ, ഒബ്സർവേഷനായിട്ട്. ഞങ്ങൾ എന്തിനാ നിരീക്ഷിക്കുന്നത്? അതെ, ഞങ്ങളെന്താ കള്ളപ്പുള്ളികളാണോ? നീയൊക്കെ എന്ത് പൊള്ളികളാണെന്ന് ഞാൻ അന്വേഷിച്ചോളാം. അതിനാണല്ലോ നിരീക്ഷിക്കുന്നതും വഴി തടഞ്ഞു നിർത്തി പരീക്ഷിക്കുന്നതും. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങളൊരു അത്യാവശ്യത്തിന് പുറത്തു പോവായിരുന്നു. എന്റെ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ മതി.
പെട്ടെന്ന് ചോദിക്കും സാറേ. നിനക്ക് ഭയങ്കര ധൃതിയാണല്ലോടാ. ശരി, മനസ്സിജൻ എവിടെയാണെന്ന് പറഞ്ഞിട്ട് വെക്കും. ആഹാ, അതുകൊള്ളാലോ. അവൻ എവിടെയാണെന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. ആ ഉറപ്പ്? ആ ഉറപ്പ്. ആ, എന്നാ പിന്നെ നിങ്ങൾ പൊയ്ക്കോ. പൊയ്ക്കോടാ, പൊയ്ക്കോ എന്ന്. ഈ ഒരു ചോദ്യം ചോദിക്കാനാണോ നിങ്ങൾ ഞങ്ങളെ വഴി തടഞ്ഞു നിർത്തിയത്? നോക്കിക്കോ, ഞാൻ ഇതെന്റെ അങ്കിളിനോട് പറയുന്നതായിരിക്കും അല്ലേ? ആയിക്കോട്ടെ, മോളുടെ അങ്കിൾ DYSP ആണല്ലോ. പക്ഷെ കാണാതെ അവനെ ഫേവർ ചെയ്ത് വിളി വന്നത് അതിലും മുകളിൽ നിന്നാ, റൂറൽ SP യുടെ. SP യോ? അങ്ങനെയല്ല തസ്തികളുണ്ട് പോലീസിൽ. DYSP അല്ല അവസാനത്തെ വാക്ക്. മനസ്സിജനെ ഉടനെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് SP വിളിക്കണമെങ്കിൽ അതിന്റെ അർത്ഥം ഒന്നേ ഉള്ളൂ, അവന് വേണ്ടി നല്ല പിടിപാടുള്ള ആരോ ഒരാൾ പിന്നിലുണ്ടെന്ന്. അതാരെങ്കിലും ആയിക്കോട്ടെ. ഞാൻ എന്തായാലും ശാരദാമ്മ മർഡർ കേസും മനസ്സിജൻ മിസ്സിംഗ് കേസും എല്ലാം കൂടെ ഒരൊറ്റ ചരടിൽ കൂട്ടിക്കെട്ടി അങ്ങ് അന്വേഷിക്കാൻ പോവുക. എന്നാ പിന്നെ വിട്ടോ. ആ പീതാംബര, രണ്ടും കൂടെ പുറപ്പെട്ടിട്ടുണ്ട്. ഫോളോ ദ. ഓക്കെ. എങ്ങോട്ട് നോക്കിയേ? നോക്കിയേ കുട്ടുമണേ. ഇല്ല, എന്റെ മനുഷ്യൻ വരാതെ ഞാൻ എങ്ങോട്ട് നോക്കത്തില്ല. അയ്യേ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കാര്യം പറഞ്ഞ ഓർമ്മണ്ടോ? കുട്ടിമണി രാജകുമാരി. രാജകുമാരി എപ്പോഴും മിടുക്കിയായി നല്ല ഗമയിലും ഗൗരവത്തിലൊക്കെ ഇരിക്കണം. ഇത്രയും ഗമ മതിയോ? മതി മതി. ഞാൻ രാജകുമാരിയുടെ സൈനാധിപൻ. എന്ന് വെച്ചാ രാജകുമാരിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായ, രാജകുമാരിയോട് ആരെങ്കിലും വഴക്കിടാൻ വന്ന തിരിച്ചു ചോദിക്കാൻ പോകുന്ന ആൾ. ചട്ടമ്പിയാണോ? ചട്ടമ്പിയല്ല, സൈനാധിപൻ, സേനാപതി. രാജകുമാരിക്ക് വേണ്ടി വേറെ രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുന്ന ആൾ. കെട്ടിപ്പിടിക്കാനോ? കെട്ടിപ്പിടിക്കുന്ന അല്ല കുട്ടുമണി, വെട്ടിപ്പിടിക്കുന്ന, സ്വന്തമാക്കുന്ന ആൾ. എന്നെ ഒരു കാര്യം ചെയ്യാം, വയലൊരു വീടിങ് വെട്ടിപ്പിടിച്ചതാ, ഞാനും എന്റെ മനുഷ്യനും കൂടെ അവിടെ താമസിച്ചോളാം. അത് നമുക്ക് വെട്ടിപ്പിടിക്കാം. തൽക്കാലം നമുക്ക് യുദ്ധം ചെയ്യാൻ പഠിക്കാം. ഇതാ, ഇത് വാള്, ഇത് പരിച. അയ്യേ, ഇത് ഓമത്തണ്ട്, ഇത് കുട്ടലിത്തട്ടുവാ. കുട്ടലിത്തട്ടല്ല, ഇഡ്ലിത്തട്ട്. തൽക്കാലം നമ്മുടെ പരിച. എന്തിനാ ഈ പജിര? പരിച വെട്ട് തടയാൻ. തടയാനാ? നോക്കിക്കോണം. ഇടത് മാറി വലത് മാറി ഓതിരം കടകം. മോതിരവും കടുകുവോ? എന്റെ പൊന്നു കുട്ടിമണി. എന്താ സാറേ? ഇതല്ലേ മനസ്സിജന്റെ വീട്? അതെ. താനല്ലേ അന്ന് സ്റ്റേഷനിൽ വന്നത്? അതെ സാറേ. താനിങ് വന്നേ. ഇതത് പിടിക്ക്. എന്താ സാറേ? ഒരു വിവരം കിട്ടിയിരിക്കുന്നു. പറയ് സാറേ. പുഴയിൽ നിന്ന് ഒരു ബോഡി കിട്ടിയിട്ടുണ്ട്. സാറേ, ആ കൊച്ചിനോട് പറഞ്ഞ് ബഹളം ഉണ്ടാക്കണം. താൻ ആ കൊച്ചിനെയും കൊണ്ട് ജില്ലാ ആശുപത്രിയിലേക്ക് വാ. ബോഡി ഐഡന്റിഫൈ ചെയ്യണം. ഇത്തലെ മനുഷ്യന്റെ കാര്യം പറയാനാണോ പോലീസ് വന്ന്? ആണോ? എന്റെ ഇന്ദുവെടുത്തി ഇങ്ങനെ തന്നെ ഇന്ദുവെടുത്തി നിക്കണം. ഇങ്ങനെ ബോൾഡ് ആയിട്ടാണ് പണ്ടേ നിൽക്കേണ്ടിയിരുന്നത്. ആ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാൻ പറഞ്ഞില്ലേ കലേ, രണ്ടും കൽപ്പിച്ചു തന്നെയാ ഞാനും. ചന്ദ്രേട്ടനെ വരച്ച വരയിൽ ഞാൻ കൊണ്ടുവരും. അങ്ങനെ തന്നെ വേണം. അന്ന് ഇന്ദുവെടുത്തേക്ക് ഞാനൊരു ഗംഭീര സമ്മാനം തരും. എന്നാ സമ്മാനോ കൊച്ചേ? ആർക്കാ? ഷെടാ,
മനുഷ്യൻ വാ തുറന്ന അതിന്റെ വാല് പിടിക്കാൻ വന്നോളൂ. നിനക്ക് കൊമ്പും വാലും ഒക്കെ ഉണ്ടായത് എന്റെ കുറ്റമാണോ? അല്ല, നീ ആർക്കാ സമ്മാനം കൊടുക്കാൻ പോണെന്ന് കേട്ട്? ആർക്കാ? എന്നാ എനിക്കും കൂടെ ഒരു സമ്മാനം താ. അയ്യാ, നിങ്ങൾക്കൊരു സമ്മാനം ഞാൻ ഉടനെ തരുന്നുണ്ട്. ഹലോ കലേ, ആ, ഞാൻ പിന്നെ വിളിക്കാം. രഹസ്യം പിടിക്കാൻ ഇവിടെ ആളുകൾ പറ്റി നിക്കുവോ? വിളിക്കണേ. ഓക്കെ, ഷുവർ, ആഫ്റ്റർ സം ടൈം. അവസാനം നീ ഇംഗ്ലീഷ് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. എന്നെ തെറി വിളിച്ചതല്ലേ? എന്റെ ദൈവമേ, ഇതെന്തൊരു കഷ്ടമാ. പ്രായമായ മനുഷ്യർക്ക് ഭ്രാന്ത് വരൂ. ആ, ഇവിടെ പിന്നെ പാരമ്പര്യമായിട്ടുണ്ടല്ലോ ബുദ്ധിമാന്ദ്യവും മരവട്ടും ഒക്കെ. നീ അടുത്ത് തുള്ളാതെ പെണ്ണേ. ഇന്ദു കൊച്ചി എന്നാ പറഞ്ഞ് തിരിച്ചു വരുന്നുണ്ടോ? അറിഞ്ഞിട്ടിപ്പ എന്നാ വേണം? സ്വീകരണം ഒരുക്കുന്നുണ്ടോ? ആ, ഉണ്ട്. ആനയെ പറഞ്ഞു നിർത്താനാ. അയ്യാടാ, ആനവാല് മേടിക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിലും വേണ്ടിയിരുന്നില്ല. ഇന്ദുവേടത്തി ഞാനും അങ്ങനെ പലതും സംസാരിക്കും. മേലിൽ എന്റെ പുറകെ വന്ന് നിൽക്കരുത് രഹസ്യം പിടിക്കാൻ, കേട്ടോ? ഇതിന് മാത്രം എന്തുവാ നിനക്കൊക്കെ ഇത്ര പറയാനിരിക്കുന്നത്? പറഞ്ഞ് അവളെ അവളുടെ വീട് വരെ എത്തിച്ചല്ലോ. എത്തിച്ചെങ്കിലേ കാണക്കായിപ്പോയി. കണ്ടോ, അവര് കേസിന് പോവുക. വിവാഹ തട്ടിപ്പ്, ഗാർഹിക പീഡനം. മിക്കവാറും നിങ്ങളും അകത്തു പോവും. ഞാൻ എന്നാത്തിന്? നിങ്ങളുടെ ഈ ചൊറിയുന്ന നാവ് കൊണ്ട് കുറച്ചൊന്നും അല്ലല്ലോ അവരെ ഉപദ്രവിച്ചിരിക്കുന്നത്. എടി കൊച്ചേ, പഴയ തലമുറയിൽപ്പെട്ട ഒരു വീട്ടിലുണ്ടെങ്കിൽ പുതിയ പിള്ളേരോട് അവരുടെ അറിവ് പറഞ്ഞു കൊടുക്കും. അത് വിനയത്തോടെ കേട്ട് മനസ്സിലാക്കുകയേ വേണ്ടത്. അല്ലാതെ ഈറ്റപ്പുലി പോലെ കടിച്ചു തിന്നാൻ നിൽക്കുകയല്ല വേണ്ടത്. എന്തോ മഹത്തായ അറിവാ കയ്യിലുള്ളത്. കേക്കട്ടെ. നീ കുറച്ചുകൂടെ വിനയത്തിൽ സംസാരിക്കാൻ ആദ്യം പഠിക്കും. ഞാൻ എന്റെ നാക്ക് മുറിച്ച് നിങ്ങൾക്ക് തരാം. എനിക്ക് വേണ്ട, വല്ല പട്ടിക്ക് ഇട്ട് കൊടുക്ക്. നിങ്ങൾ രാവിലെ ചുമ്മാ വഴക്കിന് നിൽക്കരുത് കേട്ടോ. എന്നോട് പിന്നെ എന്നാ പറഞ്ഞാലും വഴക്കാണല്ലോ. കൊച്ചേ, മനസ്സിന്റെ കാര്യത്തിൽ വല്ല അറിവും കിട്ടിയോ? നിങ്ങളുടെ കുയിലമ്മയല്ലേ അന്വേഷണത്തിന് നേതൃത്വം? ചോദിക്ക്. നിനക്കല്ലയോ കൊച്ചേ പോലീസിലൊക്കെ വലിയ പിടിപാട്. കുട്ടിമണിയോടുള്ള ദേഷ്യവും വെറുപ്പും ഒക്കെ മാറ്റിവെച്ചിട്ട് നീ നിന്റെ പോലീസ് അമ്മാവനെ ഒന്ന് വിളിക്ക്. കുറെ പോലീസുകാരെ കൂടെ മനസ്സിനെ തിരയാനായിട്ട് വിടാൻ പറ. പിന്നെ 4 കമ്പനി കേന്ദ്രസേനയെ കൂടെ ഇറക്കാം തെരച്ചിലിനെ. എന്താ മതിയോ? വയറ്റുകണ്ണിയായ പെങ്കൊച്ചിനെ ഓർത്തിട്ടെങ്കിലും നീ നിന്നെ കൊണ്ട് പറ്റുന്നത് ചെയ്യ് പെണ്ണേ. അവളെ നിങ്ങൾ അങ്ങ് ഓർത്തോണ്ടിരുന്നാ മതി. അവളുടെ കാര്യത്തിൽ ഞാൻ പണ്ട് പ്രവചിച്ചത് തന്നെയാ സത്യം. ഒരു കൊച്ചിനെ ഒക്കത്ത് വെച്ചോണ്ട് അവള് നടു റോട്ടിൽ കൂടെ പിച്ച എടുക്കും. ഇങ്ങനെയൊന്നും കണ്ണിച്ചോരയില്ലാതെ പറയല്ലേ കൊച്ചേ. മനുഷ്യന്റെ കാര്യമാ. ആരും ഒരു നിമിഷം കൊണ്ട് പിച്ചക്കാരാവും. എല്ലാം ദൈവത്തിന്റെ കയ്യിലാ. ഓ, ആയിക്കോട്ടെ. എന്തായാലും എത്ര പാപ്പരായാലും പിച്ച തണ്ടാതെ ജീവിക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. നിനക്ക് ദൈവം ബുദ്ധി തന്ന്, ഒത്തിരി കാശും തന്ന്. കുട്ടിമണിക്കിത് രണ്ടും കൊടുത്തില്ല. നിനക്കിതൊക്കെ കൂടുതൽ ദൈവം തന്നത് ഇല്ലാത്തവർക്ക് കൊടുക്കാനും കൂടിയാ. അയ്യടാ, എന്നാ ഞാൻ രാവിലെ ഇറങ്ങാം. ബുദ്ധി വേണോ പണം വേണോന്ന് ചോദിച്ചോണ്ട്. നിന്നോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഇതൊക്കെ ഓർത്ത് ദുഃഖിക്കുന്ന ഒരു സമയം വരും. നിങ്ങൾ എന്റെ പ്രാഗുവാണോ? നിന്നെ പ്രാഗിയിരുത്താൻ എനിക്കറിയാം. അല്ല, പ്രാഗിന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അത് പിച്ചളയല്ലയോ? ഇവനെന്താ ഇവിടെ? മൈലമ്മ എന്താ മൈലമ്മ? മൈലേ, താനിത് എവിടേക്കായത്? പെങ്ങളെ, ഞാനൊരു കാര്യം. പെങ്ങളോ? ഞാൻ എങ്ങനെയോടോ കണ്ട പെരുങ്കളിന്റെ ഒക്കെ പെങ്ങളാവുന്നത്? ദൈവത്തെ ഓർത്ത ആ മൈലമ്മയെ ഒന്ന് വിളിക്ക്. എന്നതാ കൊച്ചനെ? അതമ്മേ, പോലീസിന് ഒരു വിവരം കിട്ടി. ഓ, നിന്റെ പുറകെ പോലീസും വരുന്നുണ്ടോ? ഒളിക്കാൻ സ്ഥലം തേടി വന്നതായിരിക്കും. അതോ അവള് പറഞ്ഞോ ഇവിടെ വന്ന് ആരും കാണാതെ ഒളിപ്പിക്കാന്ന്? ഇതിനൊന്നും മറുപടി പറയാനുള്ള സമയല്ല. അമ്മ ഒന്ന് വിളിച്ചേ. അയ്യോ, അവന് മയിലിനെ കാണാതെ ശ്വാസം മുട്ടുന്നു. എന്നാ നീ ഒന്ന് കണ്ടേ, അത് ഞാനൊന്ന് കാണട്ടെ. വിളിക്കടി. എടീന്നോ? എന്നെയോ? അത് നീ? കൊച്ചേ, മൈലമ്മേ ഒന്ന് ഓടി വായോ. ഇവിടെ ഇറങ്ങടാ. അയ്യോ, என்ன கலாட்டா? என்னது? പിച്ചിലേണ്ട അക്ക, என்ன விஷயம்? വിഷയം എന്താ നടി? എനിക്കും അറിയേണ്ടത്. നിന്റെ പ്രിയപ്പെട്ടവരൊക്കെ നീ ഗേറ്റിന് പുറത്ത് വെച്ച് കണ്ടോണം. പൊന്നെ, എന്നാ പൊന്നെ? ഇവൻ ഈ പെരുങ്കള്ളൻ എന്നെ എടീന്ന് വിളിച്ചേക്കുന്നു. എന്റെ പൊന്നിനെ എടീന്നോ? എടാ, എന്താടാ? എടാന്നോ? എന്നെയോ? ആ, അങ്ങനെ തന്നെ. എടാന്ന് വിളിച്ച എന്താന്ന് ചോദിക്കുന്നത് തന്നെയാണ് എന്റെ സ്വഭാവം. രവേട്ടാ, അവന്റെ മോന്ത കിട്ടി രണ്ട് കൊടുക്ക് രവേട്ട അങ്ങോട്ട്. എന്നെ തല്ലിയ ഞാനും തല്ലും.
അത്രയ്ക്ക് നില കെട്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കണം. കണ്ടോ? ഇവിടെ കണ്ട ഒരു വടി കിടപ്പുണ്ടായിരുന്നല്ലോ, അതാണ് കാണുന്നുമില്ല. പിച്ചളയണ്ണ എന്തിനാ വന്നത്? എന്നാ മാറ്റർ? മൈലമ്മ, ഒരു പോലീസുകാരൻ ഇപ്പൊ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു, സ്റ്റേഷനിലേക്ക് ചെല്ലാൻ. എന്നണ്ണ അത് അണ്ണ സൊല്ല്. ആറ്റുന്നൊരു ബോഡി കിട്ടിയിരുന്നു, അത് ഐഡന്റിഫൈ ചെയ്യാനാണ്. മുരുക ഭഗവാനെ, എന്നാ കൊച്ചേ? നിങ്ങക്ക് മനസ്സിലായില്ലേ? നിങ്ങളുടെ കുട്ടിമണിയുടെ കെട്ടിയവൻ മനസ്സജന്റെ ശവം ആറ്റീന്ന് കിട്ടിയെന്ന്. പരുത്തിക്കാവിലമ്മേ, എനിക്കങ്ങ് സന്തോഷമായി. എന്റെ അമ്മയെ വീൽ ചെയറിലാക്കിയവൻ ചീർത്ത് വീർത്ത് മീനും കൊത്തി. എന്തായാലും കുട്ടിമണിയുടെ ജാതകത്തിലെ മഹാസൗഭാഗ്യ യോഗങ്ങളിൽ വിധവാ യോഗവും ഉണ്ടായിരുന്നു. രവിയണ്ണ ഇങ്ങനെ നിക്കാതെ വാ, നമുക്ക് പോയത് മനസ്സജനാണെന്ന് നോക്കാം. നീ രവിയേട്ടനെ കൂട്ടുപിടിക്കുന്നു? കള്ളിയും കള്ളനും കൂടെ ഒന്നിച്ചങ്ങ് ചെന്നാ മതി. കൊച്ചേ, രവിയും കൂടെ ഒന്ന് പോട്ടു കൊച്ചേ. ഒന്നും അല്ലെങ്കിൽ അവൻ ആങ്ങളെ അല്ലയോ? ഞാനും കൂടി പോയാലോ പൊന്നെ? എന്റെ അനുവാദം ഇല്ലാതെ നിങ്ങൾ ഈ പടിക്ക് പുറത്തിറങ്ങൂ. എന്നാൽ അതൊന്ന് കാണണമല്ലോ. അല്ല, പൊന്നിന്റെ അനുവാദത്തോടെ. കഷ്ടം. മൈലമ്മ വരുന്നോ? ഞാൻ വരുവാ. അമ്മ, നീങ്ക സങ്കടപ്പെട വേണ്ട. യാരോ സന്തോഷിക്കവും വേണ്ട. അത് മനസ്സജൻ അണ്ണനായിരിക്കില്ല, ഉറപ്പ്. അത് അവൻ തന്നെ ആയിരിക്കും, നീ നോക്കൂ. നീ മുടിഞ്ഞു പോകത്തേ ഉള്ളടി ഇങ്ങനെ മനസാക്ഷിയില്ലാതെ സംസാരിക്കുന്നത്. അത് മനസ്സജമ്പായ ആണെങ്കില് ആരാണത് ചെയ്തതെന്ന് ഞാൻ തേടിപ്പിടിച്ചെടുക്കും. എന്നിട്ട് അവരെ എത്ര പേരുണ്ടെങ്കിലും ഒറ്റ കമ്പില് കോർക്കും ഞാൻ, പപ്പടം കോർക്കണ പോലെ. മീശയുള്ള ഭാര്യയോടും മീശയില്ലാത്ത ഭർത്താവിനോടും പിച്ചള പിന്നെ സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ സീൻ ഇത്ര മതി. വാ മൈലമ്മേ. പോയിട്ട് വരാം അമ്മേ. പ്രാർത്ഥിച്ചോണ്ട് പോ മോളെ, അത് മനസ്സജനായിരിക്കല്ലേ എന്ന്. പരുത്തിക്കാവിലമ്മേ, കാത്തോളണേ. ഒരു കാര്യം നിങ്ങൾക്കറിയാമോ? ഇത്രയും കാശ് സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ ജീവിതത്തിൽ എന്താ കൂടെ കൂടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നെന്ന്? എന്താ പൊന്നെ? പൊന്ന് ഒലക്കട മൂട്. നിങ്ങളുടെ ഈ കുപ്പച്ചി അമ്മയുടെ പ്രാക്ക് കാരണം പ്രാർത്ഥനയുടെ 10 ഇരട്ടി ഫലവാ പ്രാക്ക്. പ്രാക്ക് ദോഷത്തിന് പരിഹാരവും ഇല്ലെന്നാ. അവര് പ്രാഗി നേർന്ന് ഇഞ്ചിഞ്ചായി നമ്മളെ ഇല്ലാതാക്കുക. പെങ്ങള് വിധവയായതിന്റെ സന്തോഷം നീ ഭാര്യമായി പങ്കിടുവാണോടാ? നിങ്ങൾ എന്തിനാ എന്നെ പ്രാഗിയത്? നിങ്ങൾ എന്തിനാ എന്നെ പ്രാഗിയെന്ന് പറ. രവി, നീ കണ്ടില്ലോടാ ഇത്? അത് പിന്നെ പ്രാഗിട്ടല്ലേ? നിങ്ങക്ക് പണ്ടേ ഉള്ള കുഴപ്പമായത്. നമ്മൾ നശിച്ചു കാണണമെന്നുള്ള ഒരു ഒറ്റ വിചാരേ അവർക്കുള്ളൂ. ഇവരുടെ ഈ പ്രാക്ക് കാരണോ ഈ വീട് പോലും ഗതി പിടിക്കാത്തത്. ഞാനും. ഓ, ഹച്ചിയുടെ വാചകത്തിന് യസും പറഞ്ഞോണ്ട് നിൽക്കുവാണ് നീ, അല്ലേടാ നാണം കെട്ടവനെ. നിങ്ങൾ അകത്തെങ്ങനെ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ നോക്ക്, മനസ്സജിന്റെ ആത്മാവിന് ശാന്തി കിട്ടണേന്ന്. അത് ഞങ്ങളുടെ കൊച്ചനായിരിക്കത്തില്ലടി. കുട്ടിമണിയുടെ കണ്ണീര് കണ്ട് ഇനി നീ സന്തോഷിക്കത്തില്ല. പിന്നെ കാണാം, ഇപ്പൊ കൊണ്ടുവരും തഴപ്പായല് പൊതിഞ്ഞു കെട്ടി. രവി, നീ ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുവാണോടാ? ഇവിടെ നാക്ക് ചവിട്ടി പറിച്ചിങ് എടുക്കടാ. അപ്പച്ചി വന്ന് മിണ്ടാതിരിക്കുക. ചുമ്മാ മനുഷ്യന്റെ സ്വസ്ഥത കളയാനായിട്ട് ഓരോന്നും. എടാ, മരിച്ചത് മനസ്സജനാണെങ്കിൽ നിന്റെ പെങ്ങളല്ലേടാ വിധവയായത്? എന്റെ ദൈവമേ, എനിക്ക് ഓർക്കാൻ കൂടെ വയ്യ. നിങ്ങളത് വോളിയം കുറച്ച് നിലവിളിച്ച് മനുഷ്യന് റിമോട്ട് ഉണ്ടായിരുന്നെ പിടിച്ച് മ്യൂട്ടിലെങ്ങാനും ഇടാമായിരുന്നു. അങ്ങനെ ആണുങ്ങളെ പോലെ സംസാരിക്കേ വേട്ടാ. ഇതിനൊക്കെ നീ അനുഭവിക്കോളാ. നിന്റെ ഈ ഭാര്യ ആരാണെന്ന് നീ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. അന്ന് നീ കരയുന്നത് ഞാൻ കാണും. ഞാൻ കരഞ്ഞോളാം. അന്നേരം നിങ്ങൾ എന്റെ കണ്ണീര് തുടയ്ക്കാനൊന്നും വരണ്ട. നിന്റെ അമ്മായിയമ്മ നിന്റെ കണ്ണീര് തുടയ്ക്കൊന്നും നീ കരുതുകയും വേണ്ടേ. നിങ്ങൾ പറഞ്ഞു പോകുന്ന വഴിക്കെല്ലാം എന്റെ അമ്മയുടെ തലക്കെട്ട് ഞോടാൻ നിൽക്കരുത് കേട്ടോ. അതെ, എന്റെ അമ്മായിയമ്മ ആരും ഒന്നും പറയണ്ട. ഉപകാരങ്ങൾ മാത്രം ചെയ്തു തന്നിട്ടേ ഉള്ളൂ ആ പാവം പെണ്ണുപിള്ള. പെണ്ണുപിള്ളയോ? അല്ല, സ്ത്രീ. പറഞ്ഞു വന്നപ്പോ അറിയാതെ. നിന്റെ ഒരു അമ്മായിയമ്മ. ആണുങ്ങളായ നാണം വേണോടാ. ബന്ധങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവ് വേണം. തിരിച്ചറിയേണ്ടവരൊക്കെ തിരിച്ചറിയാൻ എനിക്ക് നല്ല കഴിവുണ്ട്. എവിടെയെങ്കിലും ആരെങ്കിലും കിടന്ന് ചത്ത ഇവിടെ കിടന്ന് നിലവിളിച്ചോണം. വാ വന്നെ. നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കുന്ന ഓരോ ദുരന്തവും എനിക്ക് ആഘോഷമാണ്. ഞാനത് ആഘോഷിക്കുകയും ചെയ്യും. കുട്ടിമണിയുടെ കണ്ണീര് കണ്ട് നീ കൈകൊട്ടി ചിരിക്കുന്നത് ശാരദയുടെ ആത്മാവ് നിന്നോട് പകരം ചോദിക്കോടി. പിന്നെ എന്റെ ശാരദേ, നീ അവളെ വെറുതെ വിടരുതേ. എന്റെ അപ്പൂപ്പന്മാരെ, പിതൃക്കന്മാരെ, ഈ കുടുംബത്തെ ദ്രോഹിക്കുന്നവരെ നീ നോക്കി വലിച്ചു പിടിച്ചോണേ.
രവിയേട്ടാ! ശാരദ, നമ്മുടെ കൊച്ചിന്റെ നെറ്റിയിലെ സിന്ദൂരം മായാതെ നീ നോക്കിക്കൊള്ളണേ. നിങ്ങളെന്താ മനുഷ്യ ഇങ്ങനെ ഇടംവലം നടക്കുന്നത്? അല്ല പിന്നെ എന്നെ അന്ന് പറയ്. അത് നിങ്ങൾ ആലോചിക്ക്. ഞാൻ അപ്പോഴത്തേക്കും ഇന്ദുവെടുത്തി വിളിച്ച് ഈ സന്തോഷ വർത്താനം ഒന്ന് പറയട്ടെ. ഹലോ. ആ ഇന്ദുവെടുത്തി, ആ മുമ്പേ ഫോൺ വെച്ച് കഴിഞ്ഞേ ഇവിടെ വലിയ സംഭവങ്ങളായിരുന്നു. നടക്കുന്ന ഒരു വാർത്ത കിട്ടി. എന്താ കലേ? അല്ല, നമ്മള് നടുങ്ങേണ്ട കാര്യമൊന്നുമില്ല. കല കാര്യം പറയ. കാണാതായ മനസ്സുജനെ കണ്ടുകിട്ടിയിരിക്കുന്നു. ആണോ? എവിടുന്ന്? മുങ്ങിയവൻ പൊങ്ങുന്നത് എവിടുന്ന ഇന്ദുവെടുത്തി? ഒന്നെങ്കിൽ ഏതെങ്കിലും ആറ്റിന്ന്, അല്ലെങ്കിൽ കുളത്തിന്ന്, അതും അല്ലെങ്കിൽ പാറമട കുഴിയുന്നു. കെട്ടിയിട്ടുണ്ട് ഏതോ ആറ്റിന്ന് അവന്റെ ചീർത്ത് വീർത്ത ശവം. പോയിട്ടുണ്ട് മൈലമ്മ ഐഡന്റിഫിക്കേഷന്. ആണോ? ആ, ബാക്കി അറിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. വിളിക്കണേ. ഓ, ഉറപ്പായിട്ടും. ബ്രേക്കിംഗ് ന്യൂസ് ഫ്രം മതികല. നിങ്ങൾ ഇതെന്താ മനുഷ്യ ഈ താടി ചൊറിഞ്ഞോണ്ടിരിക്കുന്നേ? അല്ല, എന്താ പറയാൻ വന്നത് അത് പറയും. അല്ല മതി, മരിച്ചത് മനസ്സുജനാണെങ്കിൽ നമ്മളെ പോലീസ് പിടിക്കുവോ?